സമയം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ തരുന്ന നല്ല അനുഭവങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. May God continue to bless pastor and family. Let us thank God for all the good experiences that God has given them. ചുരുങ്ങിയ നിമിഷങ്ങൾ ദ ബുക്ക് ഓഫ് റിവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 7 മൂന്നാം അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം മാത്രമൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം കൂടെ വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ആമേൻ. കർത്താവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to God's blessed name. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അനേക കാര്യങ്ങൾ ഓർത്തു പോവുകയാണ്. ദൈവത്തിന് Pastor സ്തോത്രം. says that when he's about to preach, he can remember several things. കഴിഞ്ഞ ചില ആഴ്ചകളായി ഞാനുമായി ടച്ചുള്ള അനേകർ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. And the last few days were very difficult time that those people who are in contact with pastor, they went to be with the Lord. ആമേൻ. ആമേൻ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചെങ്ങന്നൂരിലായിരുന്ന സ്തോത്രം ചർച്ചിലെ അവിടുത്തെ ഒരു സ്തോത്രം ബ്രദർ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. When pastor was ministering in Chenganur, there was a brother in his church who went to be with the Lord recently. ആമേൻ. ആമേൻ. സ്തോത്രം. കുടുംബത്തെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. Let us remember that family in our prayers. ആമേൻ. ദീർഘവർഷങ്ങൾ ദൈവത്തിന് സ്തോത്രം എൻ്റെ ഓർമ്മയിൽ അത് ഓർക്കുവാനും ഇവിടുന്ന് ചിന്തിപ്പാനും ഇടയായി തീർന്നു. And pastor was able to remember all the good fellowship that he shared with that family. അതുപോലെ അതിൻ്റെ അങ്ങേ ആഴ്ചയിൽ എൻ്റെ സഹോദരിയുടെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഹസ്ബൻഡ് നിത്യതയിൽ ചേർക്കപ്പെടുവാൻ ഇടയായി. And the week before last, as we know, pastor's brother-in-law went to be with the Lord as well. അതുപോലെ കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച സ്തോത്രം ഞാനുമായി ടച്ചുള്ള കർത്താവിൻ്റെ ദാസൻ സ്തോത്രം പി എസ് ഫിലിപ്പ് അവറുകൾ നിത്യതയിൽ പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. And as we all know, last week pastor P.S. Phillips sir, he also went to be with the Lord. ആമേൻ. 1989 ഞാൻ ദൈവത്തിന് സ്തോത്രമായിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദാസനെ എനിക്ക് സ്തോത്രം കാണുവാനിടയായത്. In 1989, pastor says that he remembers that he met Pastor Philip first for the first time. ഞാൻ കൊണ്ട് സെമിനാറിൽ പഠിക്കാനായി പോകുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുന്ന കാലമായിരുന്നു. And that was a time when Pastor Philip was the principal of the seminary where pastor studied. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ പഠിക്കാനായി കടന്നുപോയ അവസരങ്ങളെ ഞാൻ ഓർക്കുവാൻ ഇടയായി തീർന്നു. And pastors remembering all the good times, the good days when he was determined to work for the Lord and he took a step for it. ധാരാളം കാര്യങ്ങൾ പ്രിൻസിപ്പളുമായിട്ട് ബന്ധപ്പെട്ട് 89, 90, 91, 92 കാലങ്ങളിൽ എൻ്റെ ഓർമ്മയിലുണ്ട്. And during those years, in the following years after that, pastor remembers all the good fellowship and the good time that he spent with Pastor Philip. എന്നാലും എല്ലാം പറയുവാനുള്ള അവസരമല്ല ഇത്. And however, this is not the time to say all of that. എന്നാൽ എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഓർക്കുവാനിടയായി. However, pastor was able to remember something that touched his heart. ഞാനൊരു യങ്ങറായിരിക്കുമ്പോൾ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാനവിടെ ബൈബിൾ സെമിനാരിയിൽ ഇൻ്റർവ്യൂവിനായി കടന്നുപോയി. And pastor, when he finished his 12th, he went for an interview to a seminary. ഇൻ്റർവ്യൂ റിട്ടണും നേരിട്ടുള്ള ഇൻ്റർവ്യൂവും എഴുത്തും എല്ലാം നല്ല കൃപയാൽ പാസ്സാകാൻ കർത്താവിനെ സഹായിച്ചു. And by God's grace, he was able to clear that interview. എന്നാൽ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞപ്പോൾ അന്ന് പറയുവാനിടയായി എനിക്ക് അവരുടെ നേരത്തെ കൊടുത്തിട്ടുള്ളവർക്കുണ്ട് അക്കോമഡേഷൻ എല്ലാം ഇവിടെ നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ട് അക്കോമഡേഷൻ ഇല്ല എന്ന് പറയാനിടയായി. And the concerned authorities said that the candidates who had come before pastor, they have all got the accommodation there, and then they have no more accommodation for pastor. എന്നാൽ കർത്താവിൻ്റെ ദാസൻ ആ സമയത്ത് എനിക്ക് ഡേ സ്കോളറായിട്ട് ഒരു കോളേജ് വിദ്യാർത്ഥിയെ പോലെ രാവിലെ 7:30 പോകുവാനും അങ്ങനെ ഇല്ല, എന്നാൽ 3:30 വരെ പോയി പഠിച്ചിട്ട് വീട്ടിൽ പോകത്തക്കവണ്ണം പ്രിൻസിപ്പൽ കർത്താവിൻ്റെ ദാസൻ പ്രിൻസിപ്പളായിരിക്കുന്ന കാലത്ത് എനിക്ക് ഒരു വഴി ഒരുക്കുവാനിടയായി തീർന്നു. And it was during that time that principal Pastor Philip that we just said, he made a provision especially for pastor that he could come and study to the seminary as a day scholar. അങ്ങനെ ഒരു സംഭവം ഉള്ള ബൈബിൾ സ്കൂളിൽ സെമിനാരിൽ ചെന്നാൽ അവിടുന്ന് അവർ പറയുമ്പോഴേ പോകാൻ പറ്റുകയുള്ളൂ, അവിടെ നിന്ന് പഠിക്കണം, എല്ലാ ട്രെയിനിങ്ങിലും ഏർപ്പെടണം. And it is normally that's not the routine. Normally they have to, the candidates have to go there, they have to live there in the hostel and study there. എന്നാൽ അദ്ദേഹത്തോട് ദൈവം ഇടപെട്ടു, എനിക്കൊരു വഴി ദൈവം ഒരുക്കി തന്നു. However, God spoke through to Pastor Philip, and then through him God opened a way for pastor. ഇന്ന് പകൽ ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, ആ കർത്താവിൻ്റെ ദാസന്റെ കുടുംബം
സ്തോത്രം. സൂസന്, റേച്ചല്, ബ്ലസ്സി, സാം ഇവരൊക്കെയും സ്റ്റേഴ്സിലായിരിക്കുന്നു. അവരൊക്കെ ഇന്ന് കുഞ്ഞുങ്ങളാണ്. അവരുടെ ആശ്വാസത്തിനായി, സമാധാനത്തിനായി, പ്രത്യാശയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. Let us continue to pray for that pastor's family, for who are left behind, for his kids and family, that God grant them that divine peace. സ്തോത്രം. അനേക അനുഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ കടന്നു And വരുന്നുണ്ടായിരുന്നു. pastor is able to remember many things that he had experienced with ദൈവത്തിന് Pastor സ്തോത്രം. നമ്മൾ വായിച്ചതുപോലെ ഒരു വഴിയില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ കണ്ടാൽ ദൈവം നമുക്കൊരു വഴി ഒരുക്കി തരുന്ന And ദൈവമാണ്. according to the verse that we read, even though there is no door open for you, if God has seen you, God shall open a door for നമുക്ക് you. എല്ലാവർക്കും ഇന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് പറയാൻ കഴിയും, ഒരു വഴി ഇല്ലാത്തടത്ത് ദൈവം അന്നേരം ഒരു വഴി ഉണ്ടാക്കി തന്നു. അതോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. Praise the Each Lord. one of us can individually testify in our lives that where there was no way, God opened a new way ഇതാണ് in my ദൈവത്തിന്റെ life. അത്ഭുതകരമായ വഴി എന്ന് പറയുന്നത്. And this is the blessed way in which God leads us. കോളേജിന്റെ നിയമങ്ങൾക്ക് ഒരു വഴിയില്ലാത്ത സ്ഥാനത്ത് ദൈവം വഴിയൊരുക്കി. അങ്ങനെയെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, praise the Lord, ജോലി ചെയ്യുന്നവരെ, വിവിധ നിലകളിൽ ഡിപ്പാർട്ട്മെന്റുകളിലായിരിക്കുന്നവരെ, ഒരു വഴിയുമില്ലെങ്കിലും തമ്പുരാൻ ഒരു വഴി ഒരുക്കിയാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയില്ല. Kids who study in school, kids who study in universities, you who work in different workplaces, even if there is no way, if God has opened a way for you, that way no one can close. എത്ര പേർക്ക് ഇന്ന് അതിൽ സന്തോഷമുണ്ട്? How many of you are happy for that? ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഇത് നമ്മൾ വായിച്ചത് പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആസിയയിലെ 7 സഭകളിൽ ഫിലദൽഫിയ എന്ന് പറഞ്ഞാൽ ഫെലോഷിപ്പ്, ഗ്രീക്ക്, ഇത് കം ഫ്രം ഗ്രീക്ക് വേർഡിൽ കൊയിനോനിയ, അല്ലെങ്കിൽ കൂട്ടായ്മയുള്ള സഭയോടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ദൈവത്തിന് And സ്തോത്രം. this counsel of God is being sent to the church in Philadelphia, which the true meaning of that word is fellowship. ഫിലദൽഫിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലം യുഎസ്എയിലുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. And this place has no connection with Philadelphia in US or in States. പക്ഷേ ഇത് ഏഷ്യ മൈനറിലുള്ള ഫിലദൽഫിയ സഭയാണ്. This is a church in Asia Minor. It's called Philadelphia. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ആ സഭയെന്ന് പറയുന്ന സഹോദര സ്നേഹമുള്ള സഭയായി. And this church was filled with brotherly love. ഫിലിയ എന്ന വാക്ക് കം ഫ്രം ഗ്രീക്ക് വാക്കാണ്. We know that the word philia comes from the Greek. ഗ്രീക്കിൽ സ്നേഹത്തിന് 4 പദങ്ങളുണ്ട്. We know there are 4 meanings of the ഒന്നാമത്തെ word love പദം in കം Greek. ഫ്രം ഗ്രീക്ക് വേർഡ് എറോസ് എന്നുള്ളതാണ്. And the first word we know is eros. അത് രക്ഷിക്കപ്പെടാത്തവരുടെ അക്രൈസ്തവരുടെ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. And that love is the love that the people who have not been saved, that they have. രണ്ടാമത്തെ ഗ്രീക്കിലെ ആമേൻ പദം സ്നേഹത്തിന് സ്റ്റോർജിയ എന്നുള്ളതാണ്. And the second word is stoichia. അത് ഫാമിലി ആമേൻ സ്തോത്രം, ആ സ്നേഹത്തെയാണ് And കാണിക്കുന്നത്. it shows about the familial love that we have. നമുക്ക് ആമേൻ ഇവിടെ പറയുന്ന പദം ഫിലിയ അല്ലെങ്കിൽ ദൈവസ്നേഹത്തിന്റെ കാൽവരി സ്നേഹത്തിന്റെ ഒരു ആമേൻ നിദാനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. However, this word philia, the true meaning is the love of our Lord Jesus that was shed on the Calvary cross. തമ്മിൽ സാഹോദര്യ സ്നേഹമുള്ള സഭയോടാണ് ഇവിടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. And this is Holy Spirit wants to talk to the church that has got this sort of a brotherly love. ആ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂതാണ് നമ്മൾ വായിച്ചത്. എത്ര പേര് ശ്രദ്ധിച്ചു? ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു And to വെച്ചിരിക്കുന്നു. this church who has a brotherly love among each other, to that church, Holy Spirit says that I have opened the door for you. നമുക്ക് അനുഭവത്തിൽ പറയാൻ കഴിയും, ദൈവം വാതിൽ തുറന്നുകൊണ്ടല്ലേ നമുക്കല്ല ഇവിടെ വരാൻ കർത്താവ് Even through our experience, we can say that it is because our God opened the door for us. That is why we എനിക്ക് are പറയാൻ here. കഴിയും, ദൈവം ഒരു വാതിൽ തുറന്നതുകൊണ്ടാണ് എനിക്ക് ഈ രാജ്യത്ത് വരാൻ പറ്റിയത്. And we can say that because God opened the door for me, that is why I'm here in this country. വർഷങ്ങൾക്ക് മുമ്പ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ എസ് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷുകാരെ കുറിച്ചൊക്കെ എസ് എഴുതിയിട്ടുണ്ട്. 47 സ്വാതന്ത്ര്യത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അന്നൊക്കെ സ്വപ്നം കാണാൻ കഴിയില്ല. എന്നാൽ ദൈവം ഒരുക്കിയതുകൊണ്ടാ വരാൻ പറ്റിയത്. In our school ages, we have learned about Britishers, British culture, and about the freedom fighting and struggle and everything. But it was only because God opened a way we are here in this country. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. See, I've opened a door for you. അതാർക്കും അടച്ചുകൂടാ. No one can close. Praise the Lord. ദൈവം തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ If കഴിയില്ല. God has opened a door for you, no one can close it. ഇവിടെ ഈ സഭയോട് ക്രിസ്തു ആരാണെന്ന് പറയുകയാണ്. And to this church, a picture of Christ Jesus is being portrayed. Praise the Lord. ക്രിസ്തു ആരാണെന്ന് ഇന്ന് പകൽ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പലതും പറയാൻ കഴിയും. If somebody asks us who is Christ Jesus, we have several answers. നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും? അവൻ എന്റെ രക്ഷകനാണെന്ന് പറയാൻ We കഴിയും. can say that he is our deliverer. എത്ര പേർക്ക് പറയാൻ കഴിയും? അവൻ എന്നെ സഹായിച്ചു എന്ന് പറയാൻ കഴിയും. How many people can say that he helped me? എന്നെ രോഗത്തിൽ നിന്ന് വിടുവിച്ചെന്ന് പറയാൻ കഴിയും. He's the one, he is my healer. നിങ്ങൾക്ക് പല അനുഭവങ്ങളാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച്. And about Lord Jesus, you might have different experiences.
experiences. എന്നാൽ ഫിലദൽഫിയ സഭയോട് ക്രിസ്തു ആരെന്നാണ് പറയുന്നത്? However, to the church of Philadelphia, what is the picture of Christ Jesus that is ആരംഭ portrayed? 7-ാം വാക്യത്തിൽ പറയുന്നത് അരുളിച്ചെയ്യുന്നവനാണ്. That he is the one who would say or proclaim. അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ അവൻ അരുളിച്ചെയ്യുന്നു എന്നാണ് പറയുന്നത്. He is the one who gives message or who proclaims. ആമേൻ. ഇന്ന് പകൽ ദൈവം നമ്മോട് അരുളിച്ചെയ്യുന്ന ദൈവമാണ്. And he is the one who would give us a message or who Praise would the proclaim Lord. to us. ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമുക്ക് ദൈവം തരുന്ന ദൈവമാണ്. He is the one who would give us his counsel, his messages. ക്രിസ്തു ആരാണ്? അവൻ അരുളിച്ചെയ്യുന്നവനാണ്. And he is the one who would give us that message. ആമേൻ. പഴയ നിയമത്തിലൊക്കെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് നമ്മൾ In the കാണുന്നു. Old Testament, we read several places where Lord has proclaimed something. ആമേൻ. നമ്മള് പല അനുഭവങ്ങളിലും വിഷമങ്ങളിലും ഭാരങ്ങളിലും പോകുമ്പോൾ ഒരു ദൈവശബ്ദം ദൈവം അരുളിച്ചെയ്യുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത്. And when we face several trials and problems in our life, it is only when we receive the message from the Lord, that is when we are ഇന്ന് gladdened. പകൽ നമ്മളെ ആരാധിക്കുന്ന ദൈവം മിണ്ടാത്ത ദൈവമല്ല, ആമേൻ, സംസാരിക്കാത്ത ദൈവമല്ല, കണ്ണുണ്ടായിട്ടും കാണാത്ത ദൈവമല്ല, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത ദൈവമല്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ലോക മനുഷ്യരുടെ ദൈവത്തിന് ചെവിയുണ്ട്, കേൾക്കുകയില്ല, കണ്ണുണ്ട്, കാണുകയില്ല. എന്നാൽ നമ്മുടെ ദൈവം നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അരുളി ചെയ്യുന്നവനാണ് ഇന്ന് പകലത്തിന്റെ നടുവിലുള്ളത്. ദൈവത്തിന് And how സ്തോത്രം. many of you believe that our God is a God who is not blind, he is not deaf, he is not mute? When we call to him, he is the God who answers us. എപ്പോഴും ദൈവവും മനുഷ്യനുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. And God always desired to have that communication with human beings. നമ്മുടെ ഏത് സാഹചര്യത്തിലും ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന ദൈവമാണ്. He is a God who would speak to us, he would give us his message on any circumstance. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവം നമ്മോട് അരുളി ചെയ്യും. How many ദൈവത്തിന് of you are happy by thinking that he is a ഒരിക്കൽ God who would give പത്രോസിനോട് his ദൈവം, message? ഒരിക്കൽ പൗലോസിനോട് ദൈവം അരുളി ചെയ്തു. And once God said to Paul, പൗലോസേ, നിനക്ക് ജീവന് ഹാനി വരികയില്ല. ആമീൻ. നീ എന്റെ ഉടയവനെ സേവിച്ചു നിൽക്കുന്നതിനാ ദൈവം പറഞ്ഞു. ആമീൻ. നിനക്ക് ജീവന് ഹാനി വരികയില്ല, നിന്നെ ഞാൻ സൂക്ഷിപ്പാൻ ശക്തനാണെന്ന് ദൈവം പറഞ്ഞു. Praise and the Lord. once God spoke to Paul saying that no harm shall befall you, I am the God who shall protect you and keep you safe. പല സമയങ്ങളിൽ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം അരുളി ചെയ്യുന്ന ദൈവമാണ്. And even in our lives when we face several trials and problems, he is the God who sends us the message. അടുത്തത് ഈ ദൈവത്തെക്കുറിച്ച് ക്രിസ്തു ആരാണ്? രണ്ടാമത്തെ പദത്തിൽ 7-ാം വാക്യത്തിൽ അവൻ വിശുദ്ധനാണ്. ദൈവത്തിന് And the ഇഷ്ടം. second thing, that picture that we get about Lord Jesus, is that he is holy. ഓ, നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്. Our God is holy. എത്ര പേർക്ക് ഇന്ന് പോലും ആ കാഴ്ചപ്പാടുണ്ട്? How many of you have that attitude in their life? ഫിലദൽഫിയ സഭയോട് പറയുന്നത്, ഒന്നേ അവൻ അരുളി ചെയ്യുന്നവനാണ്, And firstly, to the church in Philadelphia, it is said that he is the one who proclaims or gives രണ്ട് അവൻ message. വിശുദ്ധനാണ്, പരിശുദ്ധനായ ദൈവമാണ്. And secondly, he is the one who is holy and true. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അവന്റെ തലയും തലമുടിയും ഹിമം പോലെ വെളുത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. And in the word of God we read that his hair was as white as snow. ആമേൻ. എബ്രായലേഖനം 7-ാം അധ്യായം, ഹീബ്രു ചാപ്റ്റർ 7 വേഴ്സ് 26 ഒന്നെടുക്കുക. എബ്രായലേഖനം 7-ാം അധ്യായം 26-ാം വാക്യം. ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. എബ്രായലേഖനം 7-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. എബ്രായലേഖനം 7-ാം അധ്യായം 26-ാം വാക്യത്തിൽ അവൻ ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. He is the kind of high priest we അവൻ need പവിത്രനാണ്. because he is holy. ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം നിർദോഷനാണ്, Our God is blameless. നിർമ്മലനാണ്, He is unstained by sin. പാപികളോട് വേറിട്ടവനാണ്, He is separated from sinners. സ്വർഗ്ഗത്തെക്കാൾ ഉന്നതനായവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. And we worship that God who is higher than heaven. സ്വർഗ്ഗത്തിൽ ചെന്നാൽ കർത്താവിനെ കാണാവുന്നതാണ്. പക്ഷേ സ്വർഗ്ഗത്തിൽ ചെന്നാൽ സ്വർഗ്ഗത്തിന് അടങ്ങാൻ വയ്യാത്ത സാന്നിധ്യത്തിലാണ് അവൻ ഇരിക്കുന്നത്. We know that his presence cannot be contained in heaven itself. നമ്മുടെ കർത്താവ് വിശുദ്ധനായ Our ദൈവമാണ്. God is holy. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവനെക്കുറിച്ച് അനേക അനുഭവങ്ങൾ നമുക്ക് പറയുവാൻ We കഴിയും. have several things to say about our Lord Jesus. മൂന്നാമത് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നവൻ സത്യവാനാണ്. And thirdly, it is said about our Lord that he is true. ആമേൻ. ഹല്ലേലൂയ. അവൻ സത്യവാനാണ്. He ദൈവത്തിന് is true. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന, ഞാൻ തന്നെ വഴിയും സത്യവും In the ജീവനുമാകുന്നു. word of God we read that Jesus said he is the way, the truth and അവൻ life. സത്യവാനാണ്. ദൈവത്തിന് He is true. അപ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ആമേൻ പറയുന്ന അനുഭവങ്ങളാണ് ഇവിടെ നമ്മൾ വായിച്ചു വരുന്നത്. So we read about the picture that has been portrayed about Jesus. പ്രധാനമായി നമ്മുടെ ദൈവം ആരാണെന്ന് 4 കാര്യങ്ങൾ ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. And there are 4 things that are said about Jesus. ആമീൻ. ഒന്ന്, അവൻ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ദൈവം അരുളി ചെയ്യുന്നവനാണ്. And firstly, he is the one who gives counsel or sends the രണ്ട്, message. അവൻ വിശുദ്ധനാണ്. Secondly, he is holy. 3, അവൻ സത്യവാനാണ്. Thirdly, he is true. 4-മത് പറയുന്നത് അവൻ ദാവീദിന്റെ താക്കോലുള്ളവനാണ്. And fourthly, he is the one who has the key of ദൈവത്തിന് David. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ആ വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല.
കഴിയയില്ല. that the door that he has opened, no one can close. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനാണ്. He is the one who would close that no one can open. ഇനി ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനുമാണ്. And he is the one who would close that no one can open. അവൻ ദൈവം അടച്ചു കഴിഞ്ഞാൽ ആർക്കും തുറക്കാനും കഴിയില്ല. If God has closed away, nobody can open it. നോഹയുടെ പെട്ടകത്തെ ദൈവം വന്ന് അടച്ചു. ദൈവത്തിന്റെ സമയമായപ്പോഴാണ് ദൈവം തുറന്നത്. And God closed the door of Noah's ark, and at the right time God opened it. ചില സന്ദർഭങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചിലത് അടയ്ക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? And even in our life, in some situations, God closes some door. It is for our നോഹയുടെ good. പെട്ടകം ദൈവം തന്നെ അടച്ചത് കൊണ്ടാണ് അതിനകത്ത് വെള്ളം കയറാതെ സൂക്ഷിച്ചത്. സമയമായപ്പോൾ അത് അരാരാത്തിൽ ഉറച്ചു. ദൈവം സമയമായപ്പോൾ തുറക്കുകയും ചെയ്തു. We know that at the right time God closed the door of Noah's ark, and at the right time when it was mounted on the mount of Ararat, God opened the door. ചിലത് ദൈവം അടച്ചിരിക്കുന്നെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കാന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. If you believe that if God has closed some doors in my life, നന്മ ലഭിക്കേണ്ടതാണ്. ശത്രു അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ദൈവം ഇതിന്റെ മീതെ, ഉന്നതന്റെ മീതെ ഒരു അത്യുന്നതനുണ്ട്. അടച്ചത് നന്മയ്ക്കാണ്. സമയം വരുമ്പോൾ അതിനേക്കാൾ വലുത് ദൈവം തുറന്നു തരുവാൻ ശക്തനാണ്. ദൈവത്തിന് our God who is in the highest of highest, at the right time he is able enough to open a new way in our life. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ചിലത് പ്രാർത്ഥിച്ചിട്ടും അടച്ചു വെച്ചിരിക്കുന്നെങ്കിൽ അതിലൊരു ദൈവ ഉദ്ദേശമുണ്ട്. ദൈവ ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ഹല്ലേലൂയ ആ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിൽ പറയുന്നതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. Today we would like to say by the power of Holy Spirit that if something has been closed in your life, there is a purpose of God behind എത്ര that. പേർക്ക് മനസ്സിലായി? ചില ദൈവം അടച്ചത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. If something has been closed in my life, it is for my good. സമയം വരുമ്പോൾ ദൈവം തുറക്കുന്ന ദൈവമാണ്. And at the right time he shall open for വിശ്വാസികളുടെ us. ദൈവത്തെ സ്തുതിച്ചത് If you believe മഹത്വപ്പെടുത്തുക. that, just praise God. സമയമാകുമ്പോൾ നമ്മൾ ദൈവത്തിന് പറഞ്ഞു കൊടുക്കേണ്ട നിന്റെ റൈറ്റ് സമയമാകുമ്പോൾ ദൈവം നിന്റെ കാൽക്കൽ അതുകൊണ്ട് തരാൻ ഇന്ന് പകൽ അവൻ വിശ്വസ്തനും സത്യവാനും വിശുദ്ധനുമായ ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. And we serve a God who is true and holy, that at the right time he shall open the right door for us. ഓ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്ന യേശു ആരെ 4 കാര്യങ്ങൾ ചുരുങ്ങിയ നിമിഷത്തിൽ ഞാൻ ഓർപ്പിച്ചു. And we have seen about the 4 good things about our Lord Jesus. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് And nextly what we would like to say, യേശുക്രിസ്തുവിന്റെ കയ്യിലാണ് താക്കോൽ. and it is this key is in the hands of our എത്ര Lord. പേർക്ക് ഒരു സന്തോഷമുണ്ട്? How many of you are happy for സന്തോഷമുള്ളവർ that? സ്തുതിച്ചത് ദൈവത്തെ If you're മഹത്വപ്പെടുത്തുക. happy, just praise God. ഓ ഇന്ന് പകൽ നിങ്ങൾ ആരാധിച്ച് പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ യേശുവിന്റെ കയ്യിലാണ് താക്കോൽ ഇരിക്കുന്നതെന്ന് ഉറപ്പുള്ളവർ കരങ്ങളിടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. If you have that confidence that ഉറപ്പുള്ളവർ Jesus, മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതി. if you have that confidence that Jesus, ഞാൻ ആരാധിക്കുന്ന യേശുവിന്റെ കയ്യിലാണ് ലോകത്തിന്റെ താക്കോൽ ഇരിക്കുന്നത്. and our Lord Jesus holds the key to everything, because I serve that Lord and he holds the keys to everything. ആ ഉറപ്പുള്ളവർക്ക് ഇന്ന് പകൽക്ക് ഇവിടെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. If you have that confidence, ആ you cannot sit ദർശനമുള്ളവർക്ക് quiet here. അടങ്ങിയിരിക്കാൻ If പറ്റത്തില്ല. you have that vision, you cannot sit quiet നിങ്ങൾ here. ആഗ്രഹിച്ച വിഷയങ്ങൾ ശത്രു തടഞ്ഞതിരിക്കട്ടെ. ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ കഴിയും? ഭാരപ്പെടരുത്. അവൻ നിങ്ങൾ ആശ്രയിച്ച അയ്യോ അതെല്ലാം അടഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കരുത്. അവരുടെ കയ്യിലല്ല, അവര് ഉന്നതന്റെ മീതെ ഒരു ഉന്നതനുണ്ട്. അവന്റെ കയ്യിൽ ആ താക്കോലുണ്ട്. സമയമാകുമ്പോൾ നിന്റെ മേൽ അവനത് എറിഞ്ഞിട്ട് തരുന്ന ദൈവമാണ്. If some door has been closed or shut for you, shut in your life, then you need not be afraid, you need not be scared of them. ആ ഉറപ്പുള്ളവർക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനയിൽ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ കഴിയുകയുള്ളൂ. ആ ഭക്തന് മാത്രമേ മുന്നോട്ട് ചവിട് വെക്കുവാൻ കഴിയുള്ളൂ. ആരും അടയ്ക്കാതെ തുറക്കുന്നവനാണ്. And he is the one who shall open the door that no one can close. ആമേൻ ഹല്ലേലൂയ. യേശുവിന്റെ കയ്യില് ആ താക്കോലുണ്ട്. പ്രൈസ് ദി ലോർഡ്. These keys are in the hands of our Lord. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം നിന്റെ വിഷയത്തിന്റെ മറുപടിക്ക് യേശുവിന്റെ കയ്യിൽ താക്കോലുണ്ട്. When you pray, you need to realize that the key is in his ഇന്ന് പകൽ hands. കടന്നു വന്ന ദൈവത്തിലെ യേശുവിന്റെ കയ്യിൽ ആ താക്കോലുണ്ട്. You have come to serve him. Remember that the keys are in his hands. ഞാൻ ചുരുങ്ങിയ നിമിഷങ്ങളിൽ യേശു കർത്താവിന്റെ കയ്യിൽ ഇനി ഏതൊക്കെ താക്കോലാണ് ഉള്ളത്? And what are the keys that our Lord holds? എത്ര പേർക്ക് ഇതുപോലെ അറിയാൻ സന്തോഷമുണ്ട്? How many of you are happy to എന്റെ know യേശുവിന്റെ that? കയ്യിൽ ഏതൊക്കെ താക്കോലുണ്ട്? What are the keys that he holds? സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി ദൈവത്തെ If you're സ്തുതിച്ചാട്ടെ. happy, just praise God. യേശുവിന്റെ കയ്യിലുള്ള ഒന്നാമത്തെ താക്കോൽ, ചില താക്കോൽ ഞാൻ പറയാം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരാം. Book of Praise the Lord. Matthew chapter മത്തായി 16-ന്റെ 19-ാമത്തെ വാക്യം. 16 verse 19. ഹല്ലേലൂയ. ദൈവത്തിന് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഇവിടെ പറയാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. യേശുവിന്റെ കയ്യിലുള്ള ഒരു താക്കോലിന്റെ പേരാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവങ്ങളെന്ന് പറഞ്ഞാട്ടെ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ യേശുവിന്റെ കയ്യിലുണ്ട്. And one of the keys that our Lord Jesus has or he possesses is the keys of the kingdom of heaven. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. അടുത്ത വാക്യം. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും
ആ. സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ആമേൻ. അടുത്ത വാക്യം. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ കർത്താവ് അഴിച്ചാലാ അത് അഴിയുന്നത്. So if only if our Lord Jesus would permit it, it would be permitted. അവ ദൈവത്തിന്റെ കയ്യിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൊണ്ട് നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കാൻ കഴിയുള്ളൂ. And this keys of kingdom will be able to will be able to open us or നീ set us free. ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തില് ആമേൻ ഹല്ലേലൂയ അഴിഞ്ഞിരിക്കും. Whatever you forbid on earth will be forbidden in heaven. നമ്മളിവിടെ അഴിക്കുകയല്ല, സ്വർഗത്തിൽ അഴിയുമ്പോഴാ ഭൂമിയിൽ അതിന്റെ വിടുതൽ നടക്കുന്നത്. And when it is forbidden, when it is opened in heaven, only then it will be opened in earth. ആമേൻ ഹല്ലേലൂയ. ഏത് ബന്ധനത്തെയും അറുത്തു മാറ്റുന്ന ഒരു താക്കോല് നമ്മുടെ കർത്താവിന്റെ കയ്യിലുണ്ട്. And whatever be the bondage that you have, that God has the key to that. ആമേൻ. ഏതന സ്തോത്രം. വർഷങ്ങളായി ശത്രു കെട്ടിയ ഏത് ബന്ധനങ്ങളെയും സ്വർഗത്തിലെ താക്കോലുകൊണ്ട് ദൈവം അഴിച്ചു മാറ്റും. No matter you have been bound for years over that matter, but then that key is in our Lord's hand. And he shall open it. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്റെ That is കൈവശം. why he said that the keys of kingdom of heaven is with me. അതുകൊണ്ടാണ് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ അഴിയുന്നത് ഭൂമിയിൽ അഴിയുന്നത് സ്വർഗത്തിലും അഴിയുകയാണ്. And that is why when we pray, whatever we forbid on earth is forbidden in heaven. രണ്ട് സ്ഥലത്തും ഒരുപോലെ വിടുതൽ നടക്കുകയാണ്. And there are deliverance happening in both the places. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. യേശുവിന്റെ കയ്യിലുള്ള മറ്റൊരു താക്കോല് ഞാൻ പരിചയപ്പെടുത്താം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. 1-ാം അധ്യായം, ദ ബുക്ക് ഓഫ് റിവലേഷൻ, ചാപ്റ്റർ 1 വേഴ്സ് അതിന്റെ 18, 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. രക്തത്താൽ ജയം ദൈവത്തിന്റെ സ്തോത്രം. 18-ാമത്തെ വാക്യം. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അപ്പൊ യേശുവിന്റെ കയ്യിലുള്ള രണ്ടാമത്തെ താക്കോലാണ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുവിന്റെ കയ്യിലുണ്ട്. The second key that our Lord Jesus possesses is the keys of death and grave. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. യോഹന്നാനോട് പറയുന്നത് ഒരിക്കലും വിടുതലില്ലാത്ത സ്ഥലത്ത് ദൈവം വിടുതൽ അയക്കുന്നത്. And God is telling to John that God shall send deliverance to a place where there is no possibility of ആരും deliverance. വിടുവിക്കാനില്ലാത്ത ഏഷ്യ മൈനറിൽ ചിറ്റാസിയുടെ വടക്ക് പടിഞ്ഞാറ് പാറക്കെട്ടുകളാൽ നിഗൂഢമായിരിക്കുന്ന പസ്മോസിൽ കിടക്കുന്ന യോഹന്നാന് ആമേൻ ഹല്ലേലൂയ എങ്ങോട്ടും വഴിയില്ലാതിരിക്കുമ്പോഴാ കർത്താവ് പറയുന്നത് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ And കൈവശമുണ്ട്. to this John who was left alone on the island of Patmos, to that John our Lord Jesus said that അതുകൊണ്ട് I ഇന്ന് hold the പകൽ keys. ഇന്ന് പകൽ നമ്മൾ ഓർക്കണം, നമ്മളെ ഏത് അവസ്ഥയിൽ നിന്ന് വിടിയിപ്പാൻ ദൈവം ശക്തനായ So we need ദൈവം. to remember that he is able to set us free no matter what ഏത് the സ്ഥലത്തു നിന്ന് ദൈവം situation. നമ്മെ ഉദ്ധരിപ്പാൻ അവൻ ശക്തനാണ്. He is able to deliver us. ആമേൻ. ഏത് സാഹചര്യത്തിൽ നമ്മെ രക്ഷിപ്പാൻ അവൻ He ശക്തനാണ്. is able to deliver from any circumstance. ദൈവത്തിന്റെ വചനത്തിന് അതിന് ശക്തിയുണ്ട്. And the power of the word of God has the power. ഓ ഹല്ലേലൂയ. ജീവൻ പലരുടെയും നമ്മള് ലോകത്ത് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയപ്പോഴാണ് ദൈവം തന്റെ ശ്വാസം പെട്ടെന്ന് അയച്ച് വീണ്ടും ജീവൻ കൊടുത്തത്. And we know that when several people on this earth, when they were about to die, God sent his living breath into them and എത്ര they were പേർക്ക് sent അങ്ങനെ into അനുഭവം ഉണ്ട്? life. ജീവന്റെ ഉടമസ്ഥൻ നഷ്ടപ്പെട്ടെന്ന് പോയപ്പോ പെട്ടെന്ന് നമ്മുടെ മേൽ ശ്വാസം തന്ന് നമ്മളെ നിർത്തിയത് ഓർത്ത് നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. And let us also thank and praise our God, because that author of our life sent that living breath into us, and that is why we are അപ്പോൾ alive. യേശുവിന്റെ കയ്യിലുള്ള താക്കോൽ എന്ന് പറയുന്നത് ആമേൻ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ So യേശുവിന്റെ this is the കയ്യിലുണ്ട്. key that he has, the keys of death and grave. മൂന്നാമത് നമ്മൾ വായിച്ചത് വെളിപ്പാട് പുസ്തകം 7:7 ദാവീദിന്റെ താക്കോലുള്ളവൻ അരുളി ചെയ്യുന്നത്. And third key is the key that we just read before, the keys of ഇന്ന് David. പകൽക്കാലം നമ്മുടെ കർത്താവിന്റെ കയ്യിൽ ചില താക്കോലുകൾ ഉണ്ട്. These are the keys that our Lord ഈ possesses. ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ വർഷത്തിന്റെ അവസാന ദിവസങ്ങൾ വന്നിരിക്കുക. ദൈവമക്കൾ പ്രാപിച്ച താക്കോലുണ്ട് ചില തുറന്നകത്ത് കയറാൻ ഇടയാകണം. And towards the end of this year, God shall give those keys to us, and we എത്ര shall പേര് open and enter into it. ഒരു സമർപ്പണത്തോട് ഒരു പുതിയ അനുഭവത്തോടു കൂടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ ഇടയായി തീരണം. How many of are able to receive those keys from the Lord with that dedication? ഇങ്ങനെ താക്കോലുള്ളവൻ അരുളി ചെയ്യുന്നത് അടുത്ത വാക്ക് ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. And the one who has this keys now says that I have opened a door for you, അതാർക്കും അടച്ചുകൂടാ. and no one can close it. ദൈവം ഒരു വാതിൽ ഇതാ തുറന്നിരിക്കുക. God has opened a door for അത് you. ജീവന്റെ വാതിലാണ്. Praise the That Lord. is the door of life. ഈ വാതിൽ ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവുമാണ്. And this way is narrow. ഇതിൽ കൂടെ കടക്കുന്നവർ ചുരുക്കം പേരാണ്. And there are only few who would pass through നമ്മുടെ this. കർത്താവ് പറഞ്ഞു ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവുമാണ്. That this path is very narrow. നാശത്തിലേക്ക് പോകുന്ന വിശാലമാണ്. However, the path to destruction is wide. എന്നാൽ ഇതിലൂടെ കടക്കുന്നവർ നിത്യജീവനിലേക്ക് പോകുവാൻ But the one who walks through this narrow path shall enter into ഇതാ the ദൈവം everlasting നമ്മുടെ life. മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുക. That God has opened a door for us. ആ വാതിലിനെ കുറിച്ച് 118 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം 118 സങ്കീർത്തനം 19 വാക്യത്തിലേക്ക് വരുമ്പോൾ When we read Psalms 118 verse 19, യഹോവയുടെ വാതിൽ ഇത്
തന്നെ. that this is the way or door of the Lord. 118 സങ്കീർത്തനത്തിന്റെ 19 വാക്യത്തിൽ യഹോവയുടെ വാതിൽ ഇത് തന്നെ. That this is the door of the Lord. അപ്പോൾ ദൈവം തുറന്നിരിക്കുന്ന വാതിലാണ് യഹോവയുടെ വാതിൽ എന്ന് പറയുന്നത്. And that is the door that Lord has opened for us. ഈ യഹോവയുടെ വാതിലിനെ നീതിയുടെ വാതിൽ എന്നാണ് പറയുന്നത്. And it is also the door of അപ്പോൾ ദൈവം നമുക്ക് justice. തുറന്നിരിക്കുന്നത് സാധാരണ വാതിലല്ല. ദൈവം പറഞ്ഞാട്ടെ നീതിയുടെ വാതിലാ So it is തുറന്നിരിക്കുന്നത്. not an ordinary door, it is not an ordinary gate, it is an ഈ gate of വാതിൽ ഈ righteousness. വാതിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കടക്കാൻ It is പോകുന്നത്. through this gate that we enter into this path. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ മഹത്വം ദൈവമക്കൾക്ക് അറിയാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഒരിക്കൽ ഈ വാതിൽ അടച്ചതാണ്. ദൈവത്തിന് ഇഷ്ടം. And we know that in the book of Genesis we read that once this door was closed for human beings. ആദാമ്യ വംശത്തിന് വേണ്ടി ആദാമിനെ ഹവ്വായ്ക്ക് വേണ്ടി തോട്ടത്തിലാക്കി ദൈവം അവരെ ആക്കി. എന്നാൽ അന്ന് ആ വാതിൽ അടഞ്ഞതാണ്. We ദൈവത്തിന് know that God set Adam and Eve on this earth. When they sinned, that door was closed. ആദാമിനെ ഹവ്വായെയും പുറത്താക്കി ആ തോട്ടത്തിനകത്ത് ദൈവം കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജാലയിൽ നിർത്തിയെന്ന് നമ്മൾ വായിക്കുകയാണ്. And we know that he placed his cherubs to guard that door. സ്തോത്രം. എന്നാൽ മകത്ത സെഖരിയാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രവചനീയ ദൂത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. 13-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. സെഖരിയാ പ്രവചനം 13-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് വരാം. Zechariah 13 chapter 13 verse 7. സെഖരിയാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഖരിയാ പ്രവചനം വാളെ ഉണരുക. അടുത്ത വാക്യം. എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന്. സക്രിയ വർഷങ്ങൾക്ക് മുമ്പേ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ സക്രിയ പ്രവചിച്ച പ്രവചനം പിന്നത്തേതിൽ കാൽവരി ക്രൂശിൽ നിറവേറുകയാണ്. We know that even years before our Lord Jesus came into this world, Zechariah made this prophecy and that was fulfilled on the Calvary cross. വാളെ എന്റെ ഇടയന്റെ നേരെ എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെ ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. Awake, O sword, against my shepherd, the man who is my partner, says the Lord of heaven's armies. അവിടെ എഴുതിയിരിക്കുന്നത് ഇടയൻ അവിടെ വെട്ടുകൊണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. Here we can see that the shepherd was struck down. ഇതെന്താണ് ഇതിന്റെ ആത്മീയ മർമ്മം അല്ലെങ്കിൽ മിസ്റ്ററി എന്ന് പറയുന്നത്? And what is the mystery behind this verse? എത്രപേർ ദൈവവചനത്തിൽ ഇന്ന് പകൽ ആഴമായി ശ്രദ്ധിക്കുന്നവരുണ്ട്? How many of you will to pay attention വളരെ to it? ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ Only കഴിയുള്ളൂ. if you pay attention you will understand. ആദാമിനെ ഹവ്വായെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി വാതിലടച്ചെങ്കിൽ ആ പർദീസയിലേക്ക് ആ തേജസ്സിലേക്ക് കയറ്റുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ ഇടയൻ കാൽവറിയിൽ വെട്ടേറ്റ് ഒരു വാതിൽ നമുക്ക് തുറന്നു തന്നത് ഓർത്ത് ഇന്ന് പകൽ നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. That door that was closed after Adam and Eve sinned, that door has been set open for us because of the crucifixion of our Lord Jesus. കാൽവറിയിൽ അവൻ വെട്ടേറ്റ്. ഇന്ന് പകൽ ഇവിടുത്തെ ആരാധനയുടെ അന്തസ്സത്ത് എന്താണ്? ഇവിടുത്തെ ആരാധന എന്താണ്? കാൽവറിയിൽ അവൻ നമുക്ക് വേണ്ടി വെട്ടേറ്റ് നഷ്ടപ്പെട്ട തേജസ്സിന്റെ അനുഭവം മടക്കി തരാൻ വേണ്ടി യേശു ഇടയനായവൻ നമുക്ക് വേണ്ടി വെട്ടേറ്റു. And what is the essence of our worship? That our Lord Jesus, he gave back to us what we had lost once. നമുക്കെന്നാ മുതൽ മുടക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കെന്നാ മുതൽ മുടക്കുണ്ട്. And what have we set value for it? പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുതൽ മുടക്ക് എന്നാ ഉണ്ട് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. What have we actually given to receive it? കാൽവറിയിൽ നമുക്ക് വേണ്ടി വെട്ടേറ്റു. That our Lord Jesus was crucified for us. എന്തോ മുതൽ മുടക്കുണ്ട്. And what have we actually given to receive that? നമുക്ക് മുതൽ മുടക്കുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. And what have we given for that? യേശുവേ ഞാൻ പാപിയാണ്, എന്നെ നിന്റെ രക്ഷകനായി സ്വീകരിക്കണമെന്ന് ഞാൻ നിന്നെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഒറ്റ വാക്കേ നമുക്ക് മുതൽ മുടക്കുള്ളൂ. എന്നാൽ പിതാവായ ദൈവത്തിന് തന്റെ സ്വന്തം പുത്രനെ വെട്ടേറ്റി ഹല്ലേലൂയ സ്വർഗ്ഗത്തെക്കാൾ ഉന്നതമായവരെ നിനക്ക് വേണ്ടി വെട്ടിയത് കൊണ്ടാണ്, ഒരു പുതുവഴി തുറന്നത് കൊണ്ടാണ് ഇന്ന് മകൻ രക്ഷാന്തരനെ പ്രാപിപ്പാൻ ഈ കൃപയിലേക്ക് വരുവാൻ സ്തോത്രം ചെയ്യുവാൻ സന്തോഷത്തോടെ ഇവിടെ ആരാധിപ്പാൻ ദൈവം തന്ന അവസരങ്ങളെ ഓർത്ത് ഇന്ന് മകൻ നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. The only investment that we have made is the confession that we made with our mouth. ദൈവത്തെ ഒന്ന് അകമഴിഞ്ഞ് എല്ലാവരും ഒന്ന് ആരാധിക്കണം. നമുക്കാകെ വില കൊടുത്തത് എന്താ? യേശുവേ ഞാൻ ഭാവിയാണ്, യേശുവേ എന്നെ രക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പിതാവിന് സ്വന്തം മകനെ വെട്ടേറ്റേണ്ടതായി വന്നു. ദൈവത്തിന് സ്തോത്രം. The only investment that we made is the confession that we made with our mouth. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് പകൽ ഇവിടെ ഒരു സന്തോഷമുണ്ടായത്. And only because he was crucified on our behalf we have that joy. ആരാധിക്കുന്നത് ദൈവമക്കൾ വന്ന് ദൈവത്തിന്റെ ആലയത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്, തുള്ളിച്ചാടി ആരാധിക്കുന്നത് ഒരുവൻ 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ അവൻ വെട്ടേറ്റു.
And more than 2,000 years ago, Lord Jesus was struck down on that Calvary cross. ഒരിടയൻ വെട്ടിയേറ്റെങ്കിലേ ഒരു വഴി തുറക്കത്തുള്ളൂ. Praise the Lord. Only because our shepherd was struck down on that cross, he opened that door for എബ്രായ us. കർത്താവ് പറയാണ്, യേശുവിന് വെട്ടേറ്റത് എവിടാന്നറിയാമോ? എടുക്കാൻ സമയമില്ല. യേശു തന്റെ ദേഹമെന്ന തിരശീല രണ്ടായി കീറിയപ്പോൾ, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന ശരീരം രണ്ടായി കീറിയപ്പോൾ, നിനക്കതിനകത്ത് വേണ്ടി എനിക്കതൊരു അകത്തൂടെ ഒരു പുതുവഴി തുറന്ന് ഒരു പുത്തൻ വെളിപ്പാട് തന്ന് ഒരു പുതിയ ശുശ്രൂഷ തന്ന് ആമീൻ സൗഖ്യം തന്ന് വിടുതൽ തന്ന് ആ കർത്താവ് വിടുതൽ തന്ന് ദേഹം കീറി ഒരു പുതുവഴി ദൈവം തുറന്നിരിക്കുകയാണ്. The body of our Lord Jesus was torn on that Calvary cross and he opened a new way through him. അതുകൊണ്ടാ പറയുന്നത് ഇന്ന് പകൽ ഇവിടെ ഒന്നും മിണ്ടാതിരിക്കരുത്, നീതിയുടെ വാതിൽ ദൈവം തുറന്നു വന്നിരിക്കുക. Praise the Lord. And that is why we say that we will not be quiet. Righteousness, I will praise my God. തുറന്നു വന്നിരിക്കുക. He has opened a door for us. യേശു തുറന്ന വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. And that door no one can shut. സന്തോഷമുള്ള കരങ്ങൾ വെച്ച് ദൈവത്തെ നമുക്ക് If you're happy, just praise God. യേശു ഇതാ എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. He has opened a door for me. അവൻ എനിക്ക് വേണ്ടി വെട്ടിച്ചിരിക്കുകയാണ്. He has been struck down എന്റെ for me. കർത്താവ് എനിക്ക് തുറന്ന ഒരു വെളിപ്പാടിന്റെ വാതിൽ തുറന്നു And he വെച്ചിരിക്കുന്നു. has opened that way of vision, that revelation to me. ദൈവം അത് കാണിച്ചു കൊടുത്തു. Praise the Lord. And God has showed that to Zechariah. അനേക വിശുദ്ധന്മാർക്ക് അത് കാണുവാൻ ഇടയായി തീർന്നു. And the Old Testament believers were able to see that. ആ വാതിലാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത്. And that door is set before us, open. വേദനയോടെ കടന്നു വന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ഇതാ ഒരു പുതുവഴി ദൈവം നമുക്ക് തുറന്നു You വെച്ചിരിക്കുക. come here with pain and ഇന്ന് പകൽ despair. വിടുതലോടെ മടങ്ങി പോകാൻ ഇടയായി തീരണം. You should go back with that നമുക്ക് deliverance. ധ്യാനിക്കാം. യേശു തന്റെ ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി കീറി. That he opened, he tore his നമുക്ക് body for us. യേശുവിനെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. Let us praise and worship തന്റെ him. ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാമേ നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയേ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയേ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ താൻ നന്മകൾക്കായി സ്തുതിക്കാമേ ആന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ആന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പരശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നമ്മെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നമ്മെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ മകൾക്കായി സ്തുതിക്കാം. ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ആന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയേ, സുരലോക സുഖം വെടിഞ്ഞു നമ്മെ തേടി വന്ന ഇടയേ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു.
തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു എന്നുള്ളമേ സ്തുതിക്കാമേ പരനെ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹം അതിശയമേ പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹം അതിശയമേ നമ്മെ സ്തുതിക്കാനീ പരനെ തന്നാൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമേ ആനന്ദമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്റെ ആനന്ദമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം ഇതാ നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. The door has been opened in front of ആർക്കും അടച്ചുകൂടാ. us. No one can close പകൽ it. ഭാരത്തോടെ വേദനയോടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ട്. If you have come with pain and ഓ despair, ശത്രു കെട്ടിവെച്ചത് ഇന്ന് പകൽ നാം കേട്ടതുപോലെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അവൻ അഴിക്കുന്ന ദൈവമാണ്. He is the God who shall അവന്റെ remove പകൽ it. അഴിച്ചിരിക്കുകയാണ്. He is the one who has already released ഭൂമിയിൽ it. അഴിക്കുന്ന സ്വർഗ്ഗത്തിൽ അഴിച്ചിരിക്കുകയാണ്. And whatever you release on earth is been released in യേശുവിന്റെ heaven. കയ്യിലാണ് താക്കോൽ ഇരിക്കുന്നത്. Because our Lord Jesus holds the keys to it. മരണത്തിന്റെ താക്കോൽ അവന്റെ കൈവശമുണ്ട്. The key of death is in his പാതാളത്തിന്റെ hand. താക്കോൽ അവന്റെ The key of കൈവശമുണ്ട്. grave is in his hand. ദൈവരാജ്യത്തിന്റെ താക്കോൽ അവന്റെ The key of കൈവശമുണ്ട്. kingdom of God is in his hand. ആരും അടയ്ക്കാതെ ഇവിടെ തുറക്കുന്നതാണ്. He is the one who shall open that ചില no one ദൈവം can അടച്ചു close. വെച്ചിരിക്കുന്നെങ്കിൽ അതിൽ ഭാരപ്പെടരുത്. സമയമാകുമ്പോൾ ദൈവം തുറന്നു വരുന്ന If ദൈവമാണ്. something God has closed, then at the right ദൈവം time God shall ദിവസങ്ങളിൽ open for തുറന്നു you. വരുന്ന ദൈവമാണ്. The right ഹല്ലേലൂയ. time He shall open it for ഓ you. പ്രാർത്ഥിച്ചിട്ട് ദൈവമേ അത് തുറക്കുന്നില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം അത് തുറക്കുന്ന ദൈവമാണ്. The door is not being opened at the right മടുത്തു time. പോകാതെ, ആരാധനയെ മടുത്തു പോകാതെ, ഉപവാസത്തിൽ മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ അടുത്തു വന്നാൽ അവനത് തുറന്നു തരുന്ന ദൈവമാണ്. Let us not be faint-hearted in our prayer, in our worship, in our എത്ര fasting. Let പേർക്ക് us continue to pursue സന്തോഷമുണ്ട്? it. എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many people are happy for ഓ that? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. Nothing will happen in my life without His വിശ്വസിക്കുന്നവരോട് will. കർത്താവിനെ If you സ്തുതിക്കുകയാണ്. believe that, just praise God. വിശ്വസിക്കുന്നവരോട് ദൈവത്തിന് മഹത്വം If കൊടുക്കുക. you believe that, just give Him glory. എല്ലാം ദൈവം അത് നന്മയ്ക്കായി ചെയ്യുന്നത്. God does everything for your good. പരിശുദ്ധ കർത്താവേ തിരുനാമത്തെ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് പകൽ നിന്റെ സന്നിധി കടന്നു വരുവാൻ, അങ്ങേ ആരാധിപ്പാൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങൾ ഇടയാക്കിയതിന് സ്തോത്രം. ആരാധനയുടെ ആരംഭം മുതൽ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽനിലവിട്ടതിനായി സ്തോത്രം കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുവാൻ ഹല്ലേലൂയ ഞങ്ങളെ സഹായിക്കണമേ. ഓ ദുഷ്ടന്റെ വലകളെ മനസ്സിലാക്കുവാൻ ദൈവമേ ഹല്ലേലൂയ ശത്രു കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങളെ മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ ആത്മാവിൽ മുന്നേറുവാൻ ഒരു പ്രത്യേക അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ബലത്തോടെ ഞങ്ങളെ അയക്കണമേ. പ്രാർത്ഥനയിൽ അന്യോന്യം ഓർക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. വിരിക്കപ്പെട്ട മേഘത്തിൻ കീഴിൽ അവിടെ ഇവിടെയായി സൂക്ഷിക്കും. കൂടി വരുവരെയും ദൈവസാന്നിധ്യത്തിന്റെ ചെറുകടിയിൽ ഞങ്ങളെ മറയ്ക്കും. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവയേ. മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേൻ. മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം കാമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശുവിന്റെ കൂട്ടായ്മ പരിശുദ്ധാത്മാവിന്റെ കാവൽ ഇന്ന് പകൽ കടന്നു വന്ന എല്ലാ ദൈവങ്ങളുടെ ഭവനങ്ങളുടെ മേലും കർത്താവിന്റെ ഒരു ഇവിടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽ ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണം.
ആമേൻ. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കാം.